അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ട് പോലെ തുടർന്നുള്ള നമ്മളെ വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് വേണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇത് നമ്മൾ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓട്ടടൻ്റെ റെസിപ്പി കാണിച്ചില്ലേ. അപ്പോൾ ഇനി അത് ഞാൻ കാണിക്കണില്ല കേട്ടോ. ഇനി നമുക്ക് ചോറും കറികളൊക്കെ ഉണ്ടാക്കണം. ചെറിയ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അടുപ്പൊക്കെ കത്തിച്ച് ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ടാണ് കേട്ടോ നമുക്ക് ഓട്ടടക്കുള്ള മാവൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഓട്ടടിക്ക് തേങ്ങ വേണമല്ലോ. തേങ്ങ പൊളിച്ചതില്ലേ. ഇനി പിന്നെ ഞാൻ അടുപ്പൊക്കെ കത്തിച്ചിട്ട് ആദ്യം ഒരു തേങ്ങയൊക്കെ പൊളിച്ച് കൊണ്ടുവന്ന് അതൊന്ന് പൊട്ടിച്ചെടുത്തിട്ടോ. അപ്പോൾ തേങ്ങ വെള്ളം നമ്മൾ അനിയത്തിക്കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. ഓൾക്ക് കുറച്ച് ദിവസമായിരിക്കണം കേട്ടോ സ്കൂളുണ്ടായിട്ട്. സ്കൂളുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ ഓൾ നേരത്തെ എണീക്കും. പിന്നെ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണല്ലോ. ഇന്നിപ്പോൾ മറ്റവർക്കൊന്നും സ്കൂളില്ല. അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി ചോറും വേഗം ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്ക് കുറച്ച് ക്ലീനിങ് ഉണ്ട് കേട്ടോ പുറത്തൊക്കെ. അപ്പോൾ അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കറി വെക്കാനൊക്കെ ഉണ്ട്. പക്ഷേ മീനൊന്നും കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറ് വെച്ച് ഊറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ നമുക്ക് പുറത്ത് പണി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം. ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ വിശക്കുകയാണെങ്കിൽ കഞ്ഞിയിൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ റെഡിയാക്കി. പിന്നെ ഓട്ടടയും ചായയൊക്കെ കുടിച്ചിട്ട് ഇതാ പുറത്തിറങ്ങിയിട്ട് കുറച്ച് പണി ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞില്ലേ, മുഴുവനാക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും മേലെയും താഴെയൊക്കെ ആയിട്ട് ഒരുപാട് പുല്ലും കാടും ഉണ്ട് കേട്ടോ മുറ്റത്ത് കൂടെ ഒക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് അതിനിറങ്ങിയതേന്. വെയിൽ ചൂടായപ്പോൾ പിന്നെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാൻ അകത്തേക്ക് കയറി കേട്ടോ. പിന്നെ 11 മണി ആയിട്ടുണ്ട് സമയം. ഇനിയിപ്പോൾ ചോറിന് കൂട്ടാനൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി. അപ്പോൾ മീൻ നന്നാക്കൊന്നും വേണ്ട കേട്ടോ. കഷ്ണ മീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കൂടെ നമുക്ക് വേണ്ടതിനും. അപ്പോൾ കുറച്ച് ഞാൻ എടുത്തിട്ട് പിന്നെ എപ്പോഴും ചെയ്യണ പോലെ തന്നെ ഒരു പാത്രത്തിലാക്കിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് കേട്ടത്. ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും മീനാണെങ്കിലും ഒക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പം അധികം ഉണ്ടെങ്കിൽ കുറച്ചവിടെ മാറ്റി വെക്കും. പിന്നെ ഒരു നേരത്തിന് നമുക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒക്കെ കൂടെ ഉണ്ടാക്കിയാലൊക്കെ കൂടെ കഴിയൊക്കെ ചെയ്യും. എന്നാലും നമ്മളെപ്പോലെയുള്ള സാധാരണ ആൾക്കാർക്ക് എന്നും ഇറച്ചി മീനൊന്നും വാങ്ങാൻ കഴിയൂലല്ലേ. എന്നാൽ പിന്നെ ഇറച്ചി മീനൊന്നും ഇല്ലെങ്കിൽ ഇറങ്ങൂല്ല കുട്ടികൾക്കൊന്നും ഫുഡ്. അപ്പോൾ കുറച്ചവിടെ മാറ്റി വെച്ചാൽ പിന്നെ ഒരു നേരത്തിന് എടുക്കാമല്ലോ. അപ്പോൾ ഒക്കെ കൂടെ കൊണ്ടുവരുമ്പോൾ ഒക്കെ കൂടെ അങ്ങോട്ട് ഉണ്ടാക്കാതെ കുറച്ചൊക്കെ മാറ്റി വെച്ചോണ്ടിട്ടോ. അങ്ങനെ അതൊക്കെ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് കഴുകിയിട്ട് ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചിട്ട് നമുക്ക് ഉച്ചക്കൊക്കെ ഉള്ളത്. ഇനിയിപ്പോൾ ഒന്ന് കറി ഉണ്ടാക്കുന്നത് പരിപ്പും വെള്ളരിക്കയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പരിപ്പ് എടുത്തിട്ട് ഇതാ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. പരിപ്പ് കടല അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴുകാൻ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പാത്രം. ഇതിൽ ഇങ്ങനെ കഴുകിയിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ചോർത്തി കളയാനൊക്കെ പറ്റും. ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒരുവിധം വീട്ടമ്മമാരെ കയ്യിലൊക്കെ ഉണ്ടാവില്ലേ. പിന്നെ ഇതിങ്ങനെ ഈ സിങ്കിൻ്റെ നമ്മളെ പൈപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ കുളത്തിടാനൊക്കെ പറ്റും കേട്ടോ. ഇതിൻ്റെ ആ കൈ ഉണ്ടല്ലോ, ആ കയ്യമ്മ വെച്ചിട്ട് അതേപോലെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ചോർന്ന് പോവുകയൊക്കെ ചെയ്യും. ഞാൻ പൈമ വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ അതിമ വെക്കാനൊക്കെ നോക്കി, പക്ഷേ നിൽക്കണില്ല. അപ്പോൾ ഞാൻ ഒരു പാത്രത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട് വെള്ളം ചോരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിത് ആ വെള്ളരിക്ക എടുത്ത് വെച്ചിനല്ലോ, വെള്ളരിക്കൻ്റെ തൊലിയൊക്കെ പില്ലറൊക്കെ ഉപയോഗിച്ചിട്ട് തൊലിയൊക്കെ കളയുന്നുണ്ട്. ഒരു കുഞ്ഞു വെള്ളരിക്കയാണ് ഇട്ടത്. പിന്നെ ചില ആൾക്കാർ വെള്ളരിക്കൻ്റെ തൊലിയൊന്നും കളയാതെ അങ്ങനെ തന്നെ കറി ഉണ്ടാക്കൂലേ. ഞാനെന്തോ അങ്ങനെ തൊലി കളയാതെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എനിക്ക് അതൊരു ഇഷ്ടമല്ല. തൊലി കളഞ്ഞിട്ട് എടുക്കണത് തന്നെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ വെള്ളരിക്കൻ്റെ തൊലിയൊക്കെ കളഞ്ഞത് അവിടെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ടേനും 2 പച്ചമുളക് ഞാൻ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും. ഒരു പച്ചമുളക് നമുക്ക് തേങ്ങയൊക്കെ അരക്കണ സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ അരക്കാം കേട്ടോ. പിന്നെ അതാ ഒരു മണ്ണിൻ്റെ ചട്ടി ഇവിടെ വെച്ചിട്ട് അതിക്ക് പരിപ്പും അതേപോലെ തക്കാളിയും വെള്ളരിക്കയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളരിക്കക്ക് പകരം കുമ്പളങ്ങ അതല്ലാന്നുണ്ടെങ്കിൽ പടവലങ്ങ നമ്മളെ കയ്യിൽ ഏത് പച്ചക്കറിയാണോ ഉള്ളത് വെച്ച് കണ്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഇപ്പം എൻ്റെ കയ്യിൽ വെള്ളരിക്ക ആയതുകൊണ്ട് വെള്ളരിക്ക ഇട്ട് കൊടുത്തു എന്നുള്ളൂ. പിന്നെ ഇതിക്ക് മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കണില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പിൽ കൊണ്ടുപോയിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചോറൊക്കെ വന്ന് രാവിലെ തന്നെ ഊറ്റി വെച്ചിക്കണമല്ലോ. പിന്നെ അടുപ്പിൽ തീയൊന്നും ഇല്ലേനി കേട്ടോ. തീയൊക്കെ പിന്നെ ഞാൻ രണ്ടാമത് കത്തിച്ചെടുത്തേക്കാണ്. പിന്നെ മീൻ പൊരിച്ചെടുക്കണമെങ്കിൽ എന്തായാലും അടുപ്പ് കത്തിക്കണം. മീൻ ഞാൻ അധികവും പുറത്തുനിന്ന് തന്നെയാണ് കേട്ടോ പൊരിക്കൽ. അകത്തുനിന്ന് മീൻ പൊരിച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട് നിങ്ങൾക്കറിയാമല്ലോ ഗ്രൗണ്ട് ഫ്ലോർ ആണല്ലോ. അപ്പോൾ താഴെ ഭാഗത്ത് ആണ് നമ്മളെ കിച്ചണ്. അപ്പോൾ അകത്തുനിന്ന് മീനൊക്കെ പൊരിച്ച് കഴിഞ്ഞാൽ മേലേക്ക് അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും കേട്ടോ.
നമ്മളിവിടെ ഫാൻ ഇട്ടിട്ടും സ്പ്രേ അടിച്ചിട്ടും ഒന്നും കാര്യമില്ല, എന്നാലും ആ ഒരു സ്മെല്ല് മേലേക്ക് നല്ലോണം വരും. അപ്പോൾ പിന്നെ അധികം ഞാൻ മീൻ അങ്ങനെ അകത്തുനിന്ന് പൊരിച്ചെടുക്കില്ല. ഇനിയിപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഗ്യാസ്മ അങ്ങനെ പൊരിച്ചെടുക്കും, അല്ലെങ്കിൽ അധികവും വിറകടുപ്പ് തന്നെയാണ് കേട്ടോ പൊരിച്ചെടുക്കൽ മുറ്റത്ത്. അപ്പോൾ ഞാനിതാ പിന്നെ അടുപ്പൊക്കെ കത്തിച്ച് നമ്മളെ പിന്നെ പരിപ്പ് കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പരിപ്പും വെള്ളരിക്കൊക്കെ ഇട്ടിട്ടുള്ള കറി. പിന്നെ നമുക്കിന്ന് ചോറിന് ഉപ്പേരി ഉണ്ടാക്കുന്നത്, ഉപ്പേരി തോരൻ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മളെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ രാത്രിയിൽ. അപ്പോൾ ഇത് ഗ്രീൻ പീസ് തോരൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് വെള്ളത്തിലിട്ടതൊന്നുമല്ല. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോഴേക്ക് കറി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെള്ളത്തിലിട്ടതേനി കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ഓട്ടടയല്ല ഉണ്ടാക്കിയത്, ഓട്ടടയ്ക്ക് പിന്നെ കറിയൊന്നും ഉണ്ടാക്കിയതുമില്ല. അപ്പോൾ ഇതിപ്പോൾ ഏതായാലും ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഒരു തോരനാക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ കഴുകിയിട്ട് ഇതാ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതേപോലെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. വെള്ളം അധികം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, വെള്ളം കുറച്ച് ചേർത്താൽ മതി. ഇതിങ്ങനെ മുങ്ങി കിടക്കണ ആ ഒരു രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് കറിക്കല്ലല്ലോ, തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ കുറേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വെന്ത് നല്ലോണം കുഴഞ്ഞു പോകും ഗ്രീൻ പീസ്. അങ്ങനെ കുഴയേണ്ട കേട്ടോ, ഒരു പാകത്തെ വേവായിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഞാനിതാ പിന്നെ ഇത് കുക്കറൊക്കെ അടച്ചിട്ട് ഗ്യാസുമ്മേൽ വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇനി ഇതിവിടെ കടന്നിട്ട് വേവട്ടെ. അപ്പോൾ തന്നെ നമുക്ക് കറി എന്തായിക്കണം നോക്കാം. പിന്നെ ചില പരിപ്പ് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ വെന്ത് കിട്ടൂലല്ലേ, കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വേവും. അപ്പോൾ അങ്ങനെ വെന്ത് വരാത്ത വേവ് നല്ലോണം ഉള്ള പരിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറി അടുപ്പത്ത് വെക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുക്കാൻ ഞാൻ മതി കേട്ടോ. വേവാനാവുമ്പം ഉപ്പിട്ട് കൊടുത്താൽ മതി, അപ്പം പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. പിന്നെ അതാ ഞാൻ കറിക്കുള്ള തേങ്ങ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട്. തേങ്ങയും അതേപോലെ നല്ല ജീരകവും ചെറിയ ഉള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കറിക്ക്. പിന്നെ ഇത് നമുക്ക് ഉപ്പേരിക്കുള്ളതാണ്. ഉപ്പേരിക്ക് തേങ്ങയും അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും 2 ചെറിയ ഉള്ളി, പിന്നെ നമ്മൾ ഉണങ്ങിയ കാന്താരി മുളക് ഉണ്ടല്ലോ, അതൊരു 4-5 എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് ഉണങ്ങിയ കാന്താരി മുളക് ഇല്ലെങ്കിൽ നമ്മളെ വറ്റൽ മുളക് ഉണ്ടല്ലോ, വറ്റൽ മുളക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതും ഇല്ലെങ്കിൽ പച്ചമുളകോ കാന്താരി മുളകോ എന്തെങ്കിലുമൊക്കെ അവനവൻ്റെ കയ്യിലുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ അങ്ങനെ ഉണങ്ങിയ മുളകാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ നമ്മളെ കറിയൊക്കെ വെന്തിട്ടുണ്ടേനും കറിയിൽ വെള്ളമൊക്കെ വറ്റി വന്നീന് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതാണ്. പിന്നെ തേങ്ങയൊക്കെ അരച്ചിട്ട് ആ ഒരു അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി ഒന്ന് തിള വരുന്നതോട് കൂടിയിട്ട് നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം. പിന്നെ ഉപ്പൊക്കെ നോക്കിയപ്പം ഉപ്പ് കുറവുണ്ടേനി, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ടോ. കറി ഞാനിവിടെ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മീനും കൂടെ പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മളെ മീൻ പൊരിക്കാനുള്ള ചട്ടിയൊക്കെ ഞാനിവിടെ കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുമ്പം അപ്പോഴൊക്കെ ഞാൻ അതിനെക്കുറിച്ചിട്ട് പറയലുണ്ട്. ഒരുപാട് കൂട്ടുകാർ ഈ ഒരു ചട്ടി വാങ്ങണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് ഒന്ന് പറയത്താന്ന് പറയുന്നുണ്ട്. പക്ഷേ റേറ്റ് പറയാൻ നമുക്കറിയില്ല, നമ്മളോട് ഒരു റേറ്റ് പറഞ്ഞിട്ടില്ല കേട്ടോ. റേറ്റ് ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഓഫറൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ വില കുറയും, ചിലപ്പോൾ വില കൂടുതലാവും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം പിന്നെ നിങ്ങൾ ആ ലിങ്കിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. പിന്നെ അതേപോലെ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ റസീന എന്നാണ് കേട്ടോ നമ്മളെ കൂപ്പൺ കോഡ്, അത് ഉപയോഗിച്ചിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ കൂപ്പൺ കോഡ് ഉപയോഗിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കറിയൊക്കെ വെന്ത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് പിന്നെ ഞാൻ നമ്മൾ മീൻ പൊരിക്കാനുള്ള ചട്ടിയൊക്കെ വെച്ചിരുന്നല്ലോ, ചട്ടി ചൂടാകുമ്പോഴത്തേന് കുറച്ച് നേരം പിടിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് കറിയൊക്കെ തൂമിച്ചൊക്കെ എടുത്തു. പിന്നെ നമ്മളെ ചട്ടിയൊക്കെ ചൂടായി ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് മീനൊക്കെ അതിൻ്റെ ഇടയിൽ പൊരിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മീൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അധികം തീയൊന്നും കത്തണ്ട, ഈ ഒരു കനൽ മാത്രം മതി മീനൊക്കെ ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട്. ഫസ്റ്റിൽ ചട്ടി ചൂടാവുമ്പോൾ കുറച്ച് നല്ലോണം തീയൊക്കെ കത്തണം കേട്ടോ. ചട്ടിൻ്റെ ചുറ്റുഭാഗം ചൂടാവണം എന്നുണ്ടെങ്കിൽ നല്ലോണം തീ കത്തണം. അത് കത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ നമുക്ക് മീനൊക്കെ കനൽമിട്ടിട്ട് അങ്ങനെ പൊരിച്ചെടുത്താൽ മതി. നല്ല ചട്ടിയാണ് കേട്ടോ. ഇനി വാങ്ങിക്കുന്ന ആൾക്കാർക്ക് പിന്നെ മോശമാവോ നല്ലതാവില്ല എന്നുള്ള യാതൊരു പേടിയും വേണ്ട. നല്ല ചട്ടിയാണ്, ഞാൻ ഡെയിലി ഉപയോഗിക്കണതല്ലേ. ഇനി നമുക്ക് നമ്മളെ ഗ്രീൻ പീസ് തോരൻ റെഡിയാക്കണ്ടേ. അപ്പോൾ ഞാനിതാ ഇവിടെ സ്റ്റീലിൻ്റെ ഒരു കടായി അടുപ്പത്ത് വെച്ചിരിക്കണ്. അതിക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചെടുത്ത് കറിവേപ്പിൻ്റെ ഇലയും ഉണങ്ങിയ മുളകൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു സവാള ഇങ്ങനെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലും അതും അതിക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് സവാള ഒന്നൊന്ന് വഴറ്റിയെടുത്തിട്ടോ. ഒരുപാട് നല്ല ഗോൾഡൻ കളറാണത് വരെ ഒന്നും വഴറ്റിയെടുക്കണ്ട, ഒന്നൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. അങ്ങനെ ഒന്നൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ തേങ്ങൻ്റെ അരപ്പ് റെഡിയാക്കിനല്ലോ, അത് അതിക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ ഈ സവാളയ്ക്കും അതേപോലെ ഈ തേങ്ങയ്ക്കുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഒരുപാട് ഉപ്പിടണ്ട, നമ്മൾ ഗ്രീൻ പീസ് വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിക്ക് നമ്മൾ വേവിച്ച് വെച്ച ആ ഗ്രീൻ പീസ് അതിക്ക് ചേർത്ത് കൊടുത്തു. വെള്ളമൊന്നുമില്ല കേട്ടോ, വെള്ളം കുറഞ്ഞൊരു നനവ് മാത്രമേ ഉള്ളൂ. ഇനി
അപ്പോൾ അതിനി ഇതിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ അതാണ് വറ്റിക്കോളും. ഗ്രീൻ പീസ് വേവിക്കുന്ന സമയത്ത് വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം മാറ്റിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഉലർത്തി എടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഉണങ്ങി കിട്ടണം. നമ്മൾ തോരനല്ല ഉണ്ടാക്കുന്നത്, ആ നനവ് വേണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് തോരനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഗ്രീൻ പീസ് അധികം വേവരുത് എന്ന്, നമ്മളത് പാകത്തെ വേവായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മളെ പരിപ്പും കുമ്പളങ്ങ ഇട്ടിട്ടുള്ള കറിയും റെഡി ആയിട്ടുണ്ട്. കറി ഞാൻ ഏത് കറി ആയാലും തൂമിച്ച് വെച്ചാൽ അപ്പം തന്നെ അടച്ചു വെക്കലുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നല്ലോണം ആയിക്കൊണ്ട് ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇപ്പോൾ ചോറും കൂട്ടാനൊക്കെ റെഡിയായി. മീൻ ചട്ടി തന്നെയാണ് കേട്ടോ, മീൻ ചട്ടിയിൽ നിന്ന് വാങ്ങാനുണ്ട്. പിന്നെ അതാ നമ്മളെ ഈ ഒരു സ്റ്റീലിൻ്റെ കടായില്ലേ, ഇതിനെ കുറിച്ചിട്ടും നമ്മളൊരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട്. ഇനി അവർ നമ്മളെ അയൺ കാസ്റ്റേൻ്റെ ആ ഫ്രൈ പാന് അവർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു സ്റ്റീലിൻ്റെ കടായും വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റീലിൻ്റെ കടായും അടിപൊളി തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പക്ഷേ അതിൻ്റെ കൂടെ അടപ്പില്ല കേട്ടോ. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് പിന്നെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിച്ചോളേണ്ടി. വാങ്ങിക്കുമ്പോൾ നമ്മൾ കൂപ്പൺ കോഡ് ഉപയോഗിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതാ നമ്മളെ മക്കൾക്ക് സ്കൂളില്ലെങ്കിൽ ഇതൊക്കെയാണ് കേട്ടോ പരിപാടി. നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ അടുപ്പിൻ്റെ താഴെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ടേനും. അവിടെ കുറേ ചകിരി അതും ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അത് തന്നെയാണ് കത്തിച്ചീനതൊക്കെ. അങ്ങനെ അവിടെ വൃത്തിയാക്കിയിട്ടിട്ടുണ്ടേനും. അപ്പോൾ അവിടെ ഉള്ള ചാക്കും അതും ഇതൊക്കെ കൊണ്ടുവന്ന് വിരിച്ചാണ്ട് അവിടെയാണ് കേട്ടോ റിച്ചുവിനും ഐഫക്കുട്ടിക്കും കളി ഇപ്പോൾ. അപ്പോൾ ഒരാദ്യം ഉണ്ടാക്കിയ വീട്ടിൽ നിന്ന് മാറി ഇപ്പോൾ പുതിയ വീട്ടിലേക്ക് മാറിയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മീനൊക്കെ പൊരിച്ചത് ഞാൻ ചട്ടിയിൽ നിന്നൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് ചോറ് കൊടുത്തുട്ടോ. ഇനി എൻ്റെ തുടക്കലും പിന്നെ അതേപോലെ അലക്കലും കുളിക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് സമയം ഒരുപാടാവും. അപ്പോൾ ഒരു രണ്ടാളും കുളിച്ചിട്ടൊന്നുമില്ല, കൈയും കാലും കഴുകി വന്നാണ്ട് ചോറ് കഴിക്കാണ് കേട്ടോ. ഓരോ വീട്ടിലിരുന്നിട്ട് തന്നെയാണ് ചോറ് കഴിക്കണത്. അപ്പോൾ ഉപ്പച്ചി ഉച്ച കഴിഞ്ഞിട്ട് ടാങ്ക് കഴുകണം എന്ന് പറഞ്ഞിനി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുളിക്കാതെ നിന്നതാണ്. അങ്ങനെ പിന്നെ എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും ചോറൊക്കെ വിളമ്പിയിട്ട് ചോറൊക്കെ കഴിക്കുകയാണ്. പിന്നെ നമ്മൾ അനിയത്തിക്കുട്ടി ഉണ്ട് കേട്ടോ അവിടെ. അവർക്കൊക്കെ ഞാൻ ചോറ് കുറച്ച് നേരത്തെ തന്നെ കൊടുത്തുകയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ കഴിക്കാൻ. എനിക്ക് എന്നും ഇപ്പം അങ്ങനെ തന്നെയാണ്, ഉച്ചക്ക് സമയത്തിന് ഫുഡ് കഴിക്കാനിപ്പോൾ പറ്റണില്ല. എൻ്റെ പോലെ ആവരുതിട്ട് ആരും, ഒക്കെ സമയത്തിന് ഫുഡ് കഴിക്കണം. അതേപോലെ തന്നെ ഉറക്കും തന്നെ ഒരു വലിയൊരു ഭാഗമാണ് നമ്മളെ ആരോഗ്യത്തിനും ഹെൽത്തിനൊക്കെ പിന്നെ പ്രോബ്ലം വരില്ല എന്നുണ്ടെങ്കിൽ. എനിക്ക് ഉറക്കും കുറവാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചോറൊക്കെ വിളമ്പിനി. ഇപ്പോൾ ചോറൊക്കെ കഴിക്കാണ് കേട്ടോ. 2 കാന്താരി മുളകും കൂടെ എടുത്തിട്ടുണ്ട് സുർക്കിയിലിട്ടത്. പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് കടന്നുറങ്ങി. പിന്നെ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഉപ്പച്ചി മക്കളും നല്ല ടാങ്ക് കഴുകലാണ് കേട്ടോ. ടാങ്കിൻ്റെ അകം കാണിച്ചു തരാൻ പറ്റില്ല, അത്രയും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ടാങ്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴുകണതാണ്. എന്നാലും ആ വെള്ളത്തിൽ എങ്ങനെയാണ് ഇതിക്ക് ഇങ്ങനെ ചെളി വരുന്നത് എന്ന് നമുക്ക് പറയാനറിയില്ല. ഇടയ്ക്കിടയ്ക്ക് കഴുകും. ബാബുവിനും കുട്ടികൾക്കും ഒക്കെ ഒഴിവുണ്ടാകുന്ന സമയത്താണ് കഴുകുക. എനിക്ക് പിന്നെ ടാങ്കിൻ്റെ ഉള്ളിൽ കഴുകാൻ കഴിയൂല കേട്ടോ. ഞാൻ അവിടെ പോയി നിൽക്കാനല്ലാതെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാനും കഴുകാനും ഒന്നും കഴിയൂല. അപ്പോൾ മക്കളെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ കഴുകൽ. ഇപ്പോൾ ഇത് കഴുകിയിട്ട് എന്തായാലും ഒരു 4-5 മാസമായിട്ടുണ്ടാവും. അതുകൊണ്ടാവും അത്രയ്ക്ക് ചളി കേട്ടോ. മറ്റേത് ഇടയ്ക്കൊക്കെ ഒന്ന് കഴുകലുണ്ടായിന്. ഇനി നോമ്പിന് ഇപ്പോൾ നനച്ചുള്ളിയൊക്കെ തുടങ്ങാനായില്ലേ, അപ്പോൾ കഴുകാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കേനി. പക്ഷേ ടാങ്കിൻ്റെ ഉള്ളിൽ വന്ന് നോക്കിയപ്പോൾ പിന്നെ കുറച്ച് ദിവസങ്ങൾക്കൊന്നും കാത്തു നിൽക്കാൻ തോന്നിയില്ല. ഇന്ന് തന്നെ കഴുകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കഴുകാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ പിന്നെ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ വൈകുന്നേരമാണ് കഴുകണത്. പിന്നെ നമ്മളെ വീടിൻ്റെ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ നമ്മളെ വീടിൻ്റെ ചുറ്റും ഇങ്ങനെ നോക്കാം. നല്ല ഭംഗിയാണ് കേട്ടോ, നല്ലൊരു വൈബാണ് ഇങ്ങനെ കാണുമ്പോൾ. ഒക്കെ പച്ച വിരിച്ച സ്ഥലങ്ങളാണ് കേട്ടോ. താഴെ ഭാഗത്താണെങ്കിൽ നല്ല പച്ചപ്പാണ്. മേലെ ഭാഗത്ത് കുറച്ച് കുന്ന് ഉള്ള അങ്ങനത്തെ ഒരു ഏരിയ ആണ് കേട്ടോ മേലെ ഭാഗമൊക്കെ. അപ്പോൾ നമ്മളെ മഞ്ജുമോളാണ് കേട്ടോ ടാങ്ക് കഴുകണത്. ഓളതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ നല്ലോണം ഉരച്ച് കഴുകണുണ്ട്. അപ്പോൾ ഐഫക്കുട്ടിക്കും അത് കണ്ടപ്പം എനിക്കും കഴുകാൻ പൂതിയുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഓളും അതിക്ക് ഇറങ്ങാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. അപ്പോൾ ഒരു ടാങ്കൊക്കെ കഴുകട്ടെ. അപ്പോൾ ഞാൻ അവർക്ക് കഴിക്കാൻ ഇവിടെ കപ്പ ഉണ്ടായിനും. അപ്പോൾ കപ്പ പുഴുങ്ങാമെന്ന് വിചാരിച്ചു. കപ്പ മീൻസ് പൂളാട്ടോ. നമ്മൾ പൂളാന്ന് തന്നെയാണ് കേട്ടോ പറയൽ. പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കപ്പ എന്നൊക്കെ പറയണത്. പിന്നെ അതിക്ക് നല്ല അടിപൊളി ഒരു ചമ്മന്തി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ നമ്മളെ പുറത്തത്തെ അടുപ്പ് കത്തിച്ചേക്കാണ് കേട്ടോ. ഇവിടെ ഈ തെങ്ങിൻ്റെ ഈ കൊതുമ്പലൊക്കെ ഉണ്ടായിനി, അതൊക്കെ ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിനി ഇവിടെ പുറത്ത്. അപ്പോൾ നമ്മളെ അടുപ്പത്ത് അത് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ കൂടെയൊക്കെ ഈ എന്താ പറയുക വെണ്ണീർ ഇങ്ങനെ പാറും. അപ്പോൾ ഈ അടുപ്പിലായ പിന്നെ അങ്ങനത്തെ പേടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ അതിലാണ് കേട്ടോ പിന്നെ കപ്പ പുഴുങ്ങണത്. അപ്പോൾ വെള്ളം ഒരു മണ്ണിൻ്റെ ചട്ടിയിൽ അടുപ്പത്ത് വെച്ചിക്കണ്. എന്നിട്ട് ഞാനിത് തൊലി കളയാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ ഇത് തൊലി കളഞ്ഞ് വരുമ്പോഴത്തേന് ആ വെള്ളം തിളക്കും. അപ്പോൾ നമുക്ക് അതിൽ ഇട്ടിട്ട് പെട്ടെന്നാണ് വേവിച്ചെടുക്കാമല്ലോ. ഇപ്പോൾ സമയം 5 മണി ആയിട്ടുണ്ട് കേട്ടോ.
ഞാൻ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചാണ്ട് കുറച്ച് നേരം ഒന്ന് കടന്നുറങ്ങി. ഒരുപാടൊന്നുമില്ല, കുറച്ച് സമയം ഒന്ന് ഉറങ്ങി. അതിൻ്റെ ഇടയിലാണ് ഇപ്പച്ചി മക്കളൊക്കെ പിന്നെ ടാങ്ക് കഴുകാനൊക്കെ പോയത്. പിന്നെ അവിടുന്ന് എണീറ്റൊക്കെ വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതിന് വന്നിക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ കപ്പ തൊലി കളയലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഇവിടുന്ന് തന്നെ പുറത്തുനിന്ന് തന്നെ കഴുകിയിട്ട് നമുക്ക് ആ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുക. വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടാവും ഇപ്പം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ വെള്ളത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ മഞ്ഞ കളറായിട്ടുള്ള കപ്പ കിട്ടും. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഒന്നും ഇടുന്നില്ല കേട്ടോ, ഞാൻ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിവിടെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. അത് വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിക്കൊരു പിന്നെ ചമ്മന്തിയും കൂടെ റെഡിയാക്കി എടുക്കണം. ചമ്മന്തി ഞാൻ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ വെള്ളം കുറച്ച് അധികമായിട്ട് തോന്നിട്ടോ ഞാൻ കപ്പയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ. അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ അതിന് മുക്കി കളഞ്ഞു. ഇനി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ഉപ്പൊക്കെ ഇട്ടുകൊണ്ട്. പിന്നെ ഇന്നലെ ഞാൻ ഇതൊരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടേനി. അപ്പോൾ ചമ്മന്തി കണ്ടപ്പോൾ ചമ്മന്തിൻ്റെ റെസിപ്പി കാണിക്കൊണ്ടെന്ന് പറഞ്ഞിന് കേട്ടോ, ഇർഫാൻ എന്നുള്ളൊരു ഐഡിയിൽ നിന്ന്. അപ്പോൾ ഞാൻ ചമ്മന്തിൻ്റെ റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിക്കണം. ഒരു പിടിയോളം ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4-5 കുരു പിന്നെ പുളി എടുത്തിട്ടുണ്ട്. അതേപോലെ കാന്താരി മുളക് ഉണങ്ങിയത് തന്നെയാണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു കളർ ഉണ്ടാവില്ല. അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. പിന്നെ ഉപ്പും ചേർത്ത് കൊടുത്തു. അങ്ങനെ ആ ചമ്മന്തി ഞാനിവിടെ അരച്ച് പിന്നെ ഒരു വാഴൻ്റെ ഇലയിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ അതിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് കേട്ടോ. ഇനിയിപ്പോൾ കപ്പൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ചമ്മന്തിയാണ്. കഞ്ഞിയോ ചോറോ എന്ത് വേണമെങ്കിലും അതിൻ്റെ ഒപ്പം കഴിക്കാം. പിന്നെ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ കൊണ്ട് പോവാണ് കേട്ടോ മേലേക്ക്. ഇപ്പച്ചി മക്കളൊക്കെ അവിടെ അല്ലേ, അപ്പോൾ അവിടെ ഇരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചമ്മന്തിയും ചായയൊക്കെ റെഡിയാക്കിയപ്പോൾ തന്നെ നമ്മളെ കപ്പ വന്നിട്ടുണ്ടേനും. അപ്പോൾ അതൊന്ന് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇനി ഞാനിതേപോലെയാണ് കേട്ടോ ഊറ്റൽ. എനിക്ക് ഇങ്ങനെ വാർത്തെടുക്കണ പോലെ കഴിയൂല, ഇത് മണ്ണിൻ്റെ ചട്ടിയല്ലേ, കയ്യുമ്മക്ക് ആവി നല്ലോണം വന്ന് പൊള്ളും കൈ. അപ്പോൾ ഇങ്ങനെ കൊട്ടക്കൈയിലോണ്ട് ഇങ്ങനെ ചോറ് ഊറ്റിയെടുക്കണ ആ ഒരു രീതിയിൽ ഇങ്ങനെ ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് മേലേക്ക് കൊണ്ടുപോയാൽ അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. പിന്നെ സമയം ഒരുപാടായിട്ടുണ്ട്, നമുക്ക് മഗ്‌രിബിൻ്റെ ബാങ്കൊക്കെ കൊടുക്കാനായി തുടങ്ങിയിട്ടുണ്ട് ടൈം. അപ്പോൾ കുട്ടികളുടെ ടാങ്ക് കഴുകൽ കഴിഞ്ഞിട്ടുമില്ല, നല്ലോണം അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ടാങ്കിൽ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരാൾ താഴെ നിൽക്കും വേണം, മോട്ടർ ഇടി ഓഫാക്കുക അറിയും, അങ്ങനെ ഒരാൾ നിൽക്കും വേണം. അപ്പോൾ ചിഞ്ചുവിനെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഞാനിനിയിപ്പോൾ ഇതൊക്കെ കൊണ്ട് അങ്ങോട്ട് മേലേക്ക് പോവാണ് കേട്ടോ, ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നിട്ട്. പിന്നെ നമ്മൾ അനിയത്തിക്കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ചായ കുടിക്കാൻ വേണ്ടിയാണ്ട് വെയിറ്റ് ചെയ്തിരിക്കണ്. അപ്പോൾ ടാങ്കൊക്കെ കഴുകൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ടാങ്കൊക്കെ ഇറങ്ങിയ പോരെയല്ല, അങ്ങോട്ട് കയറാൻ മഞ്ജുമോക്ക് കഴിയണില്ല കേട്ടോ. അപ്പോൾ പിന്നെ ബാബു അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് എങ്ങനെയൊക്കെയോ പുറത്തേക്ക് ഇറക്കിയേക്കാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.